എന്റെ പോളശ്ശേരി അമ്മേ, വടക്കുംപുറത്തമ്മച്ചി, എന്റെ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് വരുത്തരുതേ. കച്ചവടം പൊലിക്കണേ, ഇനി കൂതാനുള്ള കാറ്റ് തരണേ. സജീവണ്ണ പറഞ്ഞതേ ഉള്ളൂ, ബലൂണ് പോയി പോക്കുണ്ടോ? പിന്നെ എന്റെ കാര്യം ഇനി പറയണോ? അണ്ണ എന്താ പെറുവിറുക്കുന്നേ? ഒന്നുമില്ലടി. ആ അതെ, എവിടെയും പിടിച്ചു നിന്നോണേ, അല്ലെങ്കിൽ മേലോട്ട് പറന്നു പോയേക്കും. അതിന് കല്ല് കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ടടി. വെയിറ്റിംഗ് ബാലൻസ്. നീയോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ കച്ചവടം പുറത്തിന് പോകുന്നിടത്ത് വരരുതെന്ന്? നീ വന്ന ഒറ്റ അമ്പലത്തിൽ ഇപ്പൊ എന്നെ കേറ്റത്തില്ല. നിനക്ക് നിന്റെ മരിച്ചുപോയ എന്തോ ആ കിളവനുണ്ടല്ലോ, ചത്തുപോയ കിളവൻ, അയാൾ വന്ന് നിന്റെ ദേഹത്തോട്ട് അങ്ങ് കേറും. എന്നതാണ എന്നാ ശിങ്കാരിമേള കേൾക്കുന്നോണ്ടേ? ശിങ്കാരിമേളക്കാരൻ അച്ഛന്റെ പ്രേതം എന്റെ ദൈവത്തോട്ട് അങ്ങ് ചാടി കേറിയേക്കുവാ. ഞാൻ എന്നാ ചെയ്യാനാ? കൊട്ടേഷന് പോയി ചത്ത ഇവിടെ ആങ്ങള ദേഹത്ത് കയറാത്ത എന്റെ ഭാഗ്യം. വീട്ടിൽ പോടി. എന്നതിനാ? പൈപ്പിൽ ഒരുതുള്ളി വെള്ളമില്ല. ആ ശാന്ത വന്ന് വെള്ളം എടുക്കുന്നതിന് മുമ്പ് എടുക്കാന്ന് കരുതി പോയതാ ഞാന്. 3:30 അവള് വന്നിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അവിടെ ഉണ്ടല്ലോ. അല്ല, വെള്ളം വന്നോ നോക്കാം. ഇങ്ങോട്ട് വന്നേ. എന്നാ? അതെ, നമുക്കേ നമുക്ക് നമുക്കൊരു കുഞ്ഞ് കട അടയ്ക്കുക. ഞാൻ നമുക്കൊരു കുഞ്ഞ് കിണർ കുത്തണ്ടേ? വീട്ടിൽ പോടി. 7:30 പോലെ കിണറ് ഞാൻ കുത്തി തന്നതാ. നീ ഞാൻ വന്നു നോക്കുമ്പോ അത് മൂടിയിരിക്കുന്നു. പിന്നെ അച്ഛന്റെ വരത്തുപോക്കുള്ള സ്ഥലത്താ കിണറുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ജോത്സ്യര് പറഞ്ഞല്ലോ അതങ്ങ് മൂടിയേക്കാൻ. ആ ജോത്സ്യരെ കൂടെ അതിനകത്ത് ഇട്ടങ്ങ് മൂടാൻ മേലായിരുന്നു. പിന്നെ അണ്ണാ, ഞാനൊരു ജോത്സ്യനെ പോയി കണ്ടേ. അങ്ങനെ പറയാണേ, നിങ്ങൾക്ക് കൊരങ്ങ് ബലൂൺ നാത്താരാണ്ട് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുന്നു. അണ്ണാ അതും ഇതും പറഞ്ഞു നിൽക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്നടി ഇത് പിടിച്ചേ. എന്നാ ഇത്? ഇതങ്ങോട്ട് കെട്ടിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ അസുഖം പകുതി മാറും. ഓക്കെ? ഇനി എവിടെ കടലിൽ പോലും ഇല്ലല്ലോ ഇത്രയും സംഘം. ഇതെന്താ അക്കേറിയോ? എനിക്ക് 2 ഗോൾഡ് ഫിഷ് തരുമോ? എന്തിനാണ്? വെറുതെ വളർത്താനാ. അണ്ണാ എന്നാടി? വാ പറ. അതെ, ഈ ഞാനൊരു സംശയം ചോദിച്ചാ അണ്ണ സത്യം പറയോ? നീ ചോദിച്ചാ മതി, മുഴുവൻ സംശയമായിരിക്കും. ഈ പകല് കാണുന്ന സ്വപ്നം ഫലിക്കുവാണ്? സംശയമുണ്ടോ? എന്നാ കണ്ടേ? അതെ, ഞാനേ കണ്ട സ്വപ്നം അണ്ണൻ 2 പെണ്ണുങ്ങളുടെ കയ്യെ പിടിച്ചോണ്ട് പോകുന്നതാ. പൊലിച്ചു. എടി, നമ്മൾ എപ്പോഴാ ഉറങ്ങുന്നത്? രാത്രിയില്. നമ്മൾ സ്വപ്നം കാണുന്നത് എപ്പോഴാ? രാത്രിയില്. പകല് നമ്മൾ ടൈം പാസിന് ഉറങ്ങും. അത് ടൈം പാസ് സ്വപ്നം, ഫലിക്കത്തില്ല. ഇനി ഞാൻ പകൽ കിടന്ന് ഉറങ്ങത്തേ ഇല്ല. തന്തയ്ക്ക് വിളിക്കല്ലേ? ദൈവത്തെ വിളിച്ചോ? നിങ്ങൾ ഇതിലൂടെയാ എന്നെ ചീത്ത വിളിക്കുന്നത്. പോലീസുകാർ ചോദിക്കുമ്പോൾ ഇതുപോലെ അങ്ങ് ഊതി കേൾപ്പിച്ചേക്കണം. എന്റെ ദൈവം, ഇതൊന്നും ഊതാൻ പറ്റത്തില്ല. ഇവിടെ തന്തയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞു ഒരിക്കൽ കേസ് കൊടുത്തു. സ്റ്റേഷന് വിളിച്ച എസ് ഐ എന്നോട് ഊതാൻ പറഞ്ഞു. ഊതി കഴിഞ്ഞ് എനിക്കിട്ട് ഒറ്റ അടിയാ. നീ എന്റെ തന്തയ്ക്ക് വിളിക്കാറാണ്. മെമ്പറോട് പോയി പറഞ്ഞില്ലേ എനിക്ക് വട്ടാണെന്ന്? പറഞ്ഞടി, പറഞ്ഞു. നീ രാവിലെ എണ്ണിട്ട് വരുമ്പോ ഏതെങ്കിലും കാക്ക നോക്കിയ ഉടനെ ജോത്സ്യനെ കാണാൻ പോകും. തിരിച്ചു വരുമ്പോ കുറെ ശംഖും പഴവും കാണും. എനിക്കിനി വയ്യ, ആരൊക്കെ നീരാ. എന്റെ ത്രിമൂർത്തികളെ, ഇങ്ങനെ തല കുറച്ച് കളർ കോരി വെച്ച് ബുദ്ധി കൊടുക്കണേ. നീ ഒരു പത്രം വായിക്കോ? ഒരു വാർത്ത കേൾക്കോ? ഇവളാകെ കാണുന്നത് കുപ്പിയും കൂഞ്ഞു എന്നുള്ള സീരിയലാ. അതിലെ നായകന് ഭാര്യ അറിയാതെ 4 കാമുകിമാരാ. ഇത് കണ്ടിട്ടാ എനിക്ക് വന്നിട്ട് ഈ തള്ളുന്നത്. എന്റെ കുട്ടികളുടെ അച്ഛനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അത് ശരി, ഞാനിഞ്ഞ പൂരോ കച്ചവടത്തിന്. അപ്പൊ നിന്റെ കുട്ടികളുടെ അച്ഛൻ വേറെ ആരാടി? ഞാൻ പറഞ്ഞതേ സീരിയലിന്റെ കാര്യമാ. ഓ, അത് ശരി. സാറേ, ഞാൻ ഈ കച്ചവടത്തിന് പോകുമ്പോഴേ കലാപരിപാടിയൊക്കെ കാണും കേട്ടോ. കണ്ണൂർ വാസൂട്ടി എന്ന് പറഞ്ഞൊരു വലിയ കലാകാരനെ പരിചയപ്പെട്ടു. അങ്ങനെ നോട്ടീസ് കൊണ്ട് വീട്ടിൽ ഒട്ടിച്ചു വെച്ചു. എവളത് കീറിക്കളഞ്ഞു. നിങ്ങൾ ബലൂണും വീർപ്പിച്ചോണ്ട് എവിടെയെങ്കിലും പോയി കിടക്കും. രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കാ. ഇങ്ങാര് പറഞ്ഞ അങ്ങാര് താണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുവോ? പിന്നെ എന്റെ പെരക്കെ തന്നെ മുതുകാടിന്റെ മാജിക് ഷോ നടക്കുക. ചുമ്മാ പറയുന്നു. എടി, ഇത് എന്നെ ചുമ്മാ വീർപ്പിച്ചോണ്ടിരിക്കാതെ നീ വീട്ടിൽ പോകും. പിന്നെ ഇതെന്തോന്നാ? പേപ്പർ തൊണ്ടി. തെണ്ടിയല്ല, കഴുകാനിട്ട് നിങ്ങളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് അങ്ങ് കഴുകിക്കളയാൻ മേലായിരുന്നു. കഴുകിക്കളയാ? എന്നാടി? 2 പേരും ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്തതിന്റെ ടിക്കറ്റാ. തന്തയ്ക്ക് വിളിക്കരുത്. എവിടെ പോയതായിരുന്നു 2 പേരും കൂടി? ഇതിന്റെ കാറ്റകത്ത് പോയി തിരിച്ചു പോയതാ. കാറ്റും ടിക്കറ്റ് എടുത്ത് തുടങ്ങിയോ? ഓ, ഞാൻ പറഞ്ഞു നോക്കാം, ചിലപ്പോ ഏറ്റു. എടി, പാറേപ്പള്ളി ധ്യാനത്തിന് പോയ മോഹൻലാലും കുടുംബവും സീഡിയും വാങ്ങിച്ച് വീട്ടിലെത്തി. ഇനി നിങ്ങളുടെ സീഡി എപ്പോഴാ ഇറങ്ങുന്നേ? സീഡി ഇല്ലാത്ത ക്യാമറ ഇല്ല. ക്യാമറ ഇല്ലായിരുന്നു. അല്ല, ക്യാമറ ഉള്ളിടത്തോട് ഞാൻ പറഞ്ഞു വിടട്ടെ? കിട്ടും. എവിടെ അടി? മണ്ടോനം. കച്ചോടം പൊളിച്ചമ്മ. കൊടുത്താ കൊല്ലത്തെ